കിൻഡർ ജോയ് ഇത് കഴിക്കാത്ത കുട്ടികളോ ഇത് വാങ്ങിച്ചു കൊടുക്കാത്ത പാരൻസോ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. നമുക്കിതിൻ്റെ ലേബൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലേബലായി അവർ കൊടുത്തിരിക്കുന്നത് റിച്ച് ഇൻ മിൽക്ക് സോളിഡ്സ് എന്നാണ്. രണ്ടാമതായി ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ മാത്രമേ സെയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇൻഫർമേഷനും. കൂടെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് നൽകുകയാണെങ്കിൽ ഒരു അഡൾട്ടിൻ്റെ സൂപ്പർവിഷൻ നിർബന്ധമായി വേണമെന്നും പറയുന്നു. നമുക്ക് ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്കിംഡ് കൗ മിൽക്കാണ്. അത് 19%. ഗ്രാംസിലാണെങ്കിൽ 3.9 ഗ്രാംസ്. ലോ ഫാറ്റ് കൊക്കോ 4%. ഗ്രാംസിലാണെങ്കിൽ 0.8 ഗ്രാം. ഷുഗർ കണ്ടൻ്റ് ആണെങ്കിൽ 20 ഗ്രാം പാക്കറ്റിൽ 10.2 ഗ്രാംസും ഷുഗറാണ്. കൂടാതെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് INS 503, INS 500. ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള രോഗങ്ങളുണ്ടാകുമെന്ന് മെസ്സേജ് കണ്ടു. കൂടാതെ പ്രഗ്നൻറ്റ് വുമൺ ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ ഗൈഡൻസ് വേണമെന്നും പറയുന്നുണ്ട്. അമേരിക്ക, യൂറോപ്പ്, മറ്റ് 10 രാജ്യങ്ങളിൽ ഈ പ്രോഡക്റ്റ് റീകോൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബാനും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയിൽ മാത്രം ഇതിപ്പോഴും സെയിൽ ചെയ്യുന്നു. അവർ ബാൻ ചെയ്യാനുള്ള കാരണം ഈ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് സാൽമണോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം അസുഖങ്ങൾ ഉണ്ടാകുന്നതിനാലാണ്. കൂടാതെ ഈ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടോയും ഹാംഫുൾ ആണെന്നാണ് അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നത്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് കുട്ടികൾക്ക് വാങ്ങിച്ചു നൽകാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ.